வணக்கம் மக்களே, எல்லாரும் எப்படி இருக்கீங்க? நல்லா இருப்பீங்கன்னு நினைக்கிறேன். நானும் நல்லா இருக்கேன். வெல்கம் பேக் டு சாவி ரியாக்ஷன். மக்களே, நம்ம இன்னைக்கு என்ன பார்க்க வந்திருக்கோம்னா பிரேமுலு படத்தை தான் நம்ம இன்னைக்கு பார்க்க வந்திருக்கோம். மக்களே, இது வரைக்கும் நம்ம வந்துட்டு பார்ட் 1, பார்ட் 2, பார்ட் 3 போட்டாச்சு. இன்னைக்கு தான் வந்துட்டு பார்ட் 3 போட்ட மக்களே. நிறைய பேர் பார்த்துருப்பீங்க. அது மட்டும் இல்லை, நம்ம சப்ஸ்கிரைபர் 2 பேர் வந்துட்டு தமிழ்ல நீங்க பாருங்கன்னு சொல்லியிருந்தீங்க. ரொம்ப நன்றி சொன்னதுக்கு. அதை கண்டிப்பா நம்ம தமிழ்ல பார்ப்போம். அது மட்டும் இல்ல மக்களே, போன பாட்டு வந்துட்டு எங்க முடிஞ்சிச்சு நீங்களும் பார்த்துருப்பீங்க. அவங்க எல்லாரும் வந்துட்டு அந்த கிராமத்துலேருந்து ஹைதராபாத்துக்கு வந்துட்டாங்க. அதோட தான் முடிஞ்சிருந்துச்சு. வேற லெவல்ல இருந்துச்சு. அந்த பாட்டுலாம் செமையா இருக்கும். அந்த மினி மகாராணி அதெல்லாம் செமையா இருந்துச்சு. அந்த பாட்டுலாம் முடிஞ்சிச்சு. இதோடு என்ன நடக்க போகுதுன்னா, இந்த பாட்டில் நம்ம பார்க்க போகிறோம். இந்த பார்ட் 4ல நம்ம பார்த்துடலாம் மக்களே. அவங்க கூட சேர்ந்து நம்ம பார்த்துடலாம். வேற லெவல் ஃபன்னாக போய்கிட்டு இருக்கு இப்போ வரைக்கும். அமல் டேவிஸ் அவரோட வேற லெவல் ஃபன்னு பண்ணிக்கிட்டு இருக்காரு. யாருன்னா சச்சினோட ஃப்ரெண்டு கேரக்டராக நடிச்சவர் மக்களே. வேற லெவல் சம்பவம் பண்ணிக்கிட்டு இருக்காரு. அவரோட ஃபன்னுலாம் செம்ம ஃபன்னாக இருக்குது. இதோட என்ன நடக்க போகுதுன்னு இந்த பாட்டில் நம்ம பார்த்துலாம் மக்களே. அவங்க கூட சேர்த்து பார்த்துடலாம். பார்க்குற மின்னுக்கு நம்ம சேனலுக்கு சப்ஸ்கிரைப் பண்ணுறவங்க சப்ஸ்கிரைப் பண்ணிக்கிங்க. ஒன்றும் நிறைய வீடியோ இதே மாதிரி நம்ம சேனலில் வரப்போகுது. வெயிட் பண்ணி நம்ம சேனலுக்கு சப்போர்ட் பண்ணுங்கள் மக்களே. இப்போ நம்ம பிரேமுலு படத்தோட பார்ட் 4 பார்த்துலாம் மக்களே. லெட்ஸ் அண்ட் கோ. മനസ്സ് ആളൊഴിഞ്ഞ് ദൂരപ്പുറത്തൂലേ ഏതാ പെൺകൊച്ചിനാലോചിച്ചിട്ടാണോ ഇതാരോട് പറയലട്ടാ ആൾക്കാർ ചിരിക്കും. എടാ അതൊന്നും നടപടിയാവൂല. ഒന്നാമത്തെ നീ വിചാരിക്കുന്നത് ഒരു പെൺകൊച്ചല്ല അവള്. പിന്നെ മറ്റവനാദ്യം അവനായിട്ട് അവള് റിലേഷൻഷിപ്പിലാണ്. അതെന്താ എടാ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യില്ലേ ആ മൂന്നിലുള്ള ആരായിട്ട് അത് റീനുവായിട്ടുള്ള മെയിൻ ഹോബീസാ. ശരി, അവളെന്താ വിളിച്ചത്? അവളെന്താ വിളിച്ചത്? ഏത് കുലക്കാമോജി അതൊന്നും മനസ്സിലല്ല. ക്യാരക്ടർ എടാ അതൊന്നുമില്ല. നീ മറ്റൊന്ന് ചെന്നിക്കുമല്ല ടിക്കറ്റ് എടുത്തട്ടെ. രണ്ടിലൊന്നും അറിഞ്ഞിട്ടില്ല കാര്യം. അടന്ന് നീ ഇന്നലെ അവൾ പറഞ്ഞു ശ്രമിച്ച ഇവിടെ നിൽക്കാൻ റീസണിലേക്ക് പോകുന്നതാണ് നല്ലത്. അതിന് വേറെ കൂടി എന്തർത്ഥം? ഇവിടെ നിൽക്കാൻ റീസൺ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം എന്നല്ല അവൾ ഉദ്ദേശിച്ചത്. പക്ഷെ എൻ്റെ മോനെ നീ പെൺപിള്ളേര് പറയണ കോഡ് ഭാഷ ടീ കോഡ് ചെയ്തിട്ട് അതിനൊക്കെ ഒരു അർത്ഥം കണ്ടുപിടിക്കില്ലട്ടാ. എനിക്ക് പറ്റിയിട്ടോളാം. എന്തായാലും റീമിൻ്റെ ഹൈദരാബാദ് വീട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നുള്ള പ്രേമം മനുഷ്യന് അന്തമാത്രം മണ്ടലും എടാ മണ്ട വണ്ടി എങ്ങോട്ടും എന്നാ ബാക്കിലേക്ക് റിവേഴ്സ് എടുത്ത് வந்துட்டாங்க திருப்புறம் வீட்டுக்கு. കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഗേറ്റ് കോച്ചിങ് കണ്ടിന്യൂ ഉണ്ടാ? ഗേറ്റ് കോച്ചിങ് ഒന്നും ഇല്ല. ആദ്യം ഒരു ജോലി. എന്ത് ജോലി? നിന്റെ മറ്റേ കസിൻ ഇല്ലേ തോമസ്, അവൻ്റെ മേരി ആൻറ്റി. ആ പുള്ളിക്കാരത്തി ഫ്രൈഡ് ചിക്കൻ്റെ ഷോപ്പില്ലേ? ഓ അമ്മ അഞ്ചി കൊടുത്ത് തുടക്കാണ്. ഇനി നിനക്ക് വേണ്ടി അവിടെ റെക്കമെൻഡേഷൻ ചെയ്തിട്ട് വീട്ടിലറിഞ്ഞിട്ട് വേണം എനിക്കൊരു വാവുണ്ട്. എടാ നാട്ടിൽ എങ്ങനെ അറിയാൻ നീ പിന്നെ ശരി. നിനക്ക് ജോലി കിട്ടിയെന്നാണ് നിനക്ക് ഇന്നലെ അവർ പറഞ്ഞു. അവർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് വീഡിയോ ഒക്കെ റീസണബിൾ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. ഇതിന് കാര്യം നീ ഇപ്പൊ കൊടുക്കുന്നതിന് കൊടുത്താണ്. ബാക്കി ഞാനിപ്പോ എൻ്റെ അമ്മേ ജോലി കിട്ടണതിന് മുമ്പിങ്ങനെ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കിടക്കാൻ നല്ല ബുദ്ധിയുള്ള പിന്നെ 2 കട്ടിൽ, അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. നിനക്ക് പിന്നെ പഠിക്കാൻ പോകാനായിട്ട് പോകണം. നീ പഠിക്കാൻ പോകും, ഞാൻ ഒഴിവ് സമയങ്ങളിൽ ഞാൻ ബാക്കിയെല്ലാം മാത്രമല്ല ഈ കേസും പറഞ്ഞ് ഇന്ന് അവൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് കൊടുക്കാം. എപ്പടി നാണോ നോക്കട്ടെ.
നോക്കട്ടെ ഇല്ലടാ ഞാൻ നാളെ തന്നെ പ്രൈവറ്റ് മാനേജറാക്കാം നോക്കാണ്ട് ഇവിടെ ഒരു പോയിനാ ടോസർ ഉണ്ടായി ഞായറാഴ്ച അല്ലേ ടോസ് അമല നീ പോയിന അവിടെ വെച്ച് ഇതൊക്കെ வேலை வாங்கி கொடுக்கணும்னு வேற லெவல் பண்ணு டிஎஃப்சி ഇതെന്റെ പാഷനാണ് അതെ പോലെ ഒറ്റ മിനിറ്റ് സൂക്ഷിച്ചിട്ട് നിൽക്കണം ഇവിടെ ഓർച്ചിട്ട് പൈസ കണക്കാണ് ഏ കാർത്തിക നമ്പർ അയച്ചിട്ടില്ല ഒഴിവുള്ളപ്പോ നോക്കാം അതെ വീട്ടിൽ ചെന്ന് ഞാൻ പഠിക്കാൻ പോവാണ് കമാക്ഷരത്തെ വായു വല്ല പാട്ടും കെട്ടി പോകണം പ്യാൽ വളരെ കാലമായിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു സോ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെൽഫ് ഡിഫൻസ് മെറ്റീരിയലാണ് എതിരാളിയുടെ കണ്ണിലേക്ക് സ്പ്രേ ചെയ്താൽ അവൻ വീണ്ടും പരിശീലിക്കും വിഘ്നേഷ് ഡിസ്ട്രിബ്യൂട്ട് റേനു ക്യാച്ച് എൻജോയ് നമുക്കൊന്നും ഇല്ലേ പെപ്പർ സ്പ്രേ തനിക്കുന്നതോടൊപ്പം ഓംലെറ്റിൽ അടിച്ച് ചുരുട്ടി തിന്നെ ആദി കേക്കേതാ ജസ്റ്റ് ஐயே ஓடே உடைச்சிட்டாரு என்ன செய்ய എടിതിട്ടോണ്ടല്ലേ ഫസ്റ്റ് കിട്ടിയേ ഏതിട്ടാലും ഞാൻ റീനു നിന്റെ കോൺഫിഡൻസ് ഒക്കെ ഓവറാണ് കേട്ടോ എന്തെങ്കിലും ഞാൻ തമാശ ഒന്നുമല്ല കാര്യമായിട്ട് ഫോൺ അടിക്കുന്നു ഹലോ ആ കാർത്തിക ഞങ്ങളിവിടെ മല്ലിക എത്തിട്ടോ ആ എത്തിയോ എങ്ങനെയുണ്ട് ഇവിടെ അടിപൊളി 2 കട്ടിലൊക്കെ ഉണ്ട് സത്യമുണ്ടോ എന്താ പരിപാടി ഇല്ല ഞങ്ങൾ ചുമ്മാ ടെറസിൽ കാറ്റുള്ളവരായിട്ട് ടെറസിലോ അവിടെ എവിടെ 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 കാർത്തിക ഞങ്ങളൊരു താങ്ക്സ് പറയാൻ വിളിച്ചാട്ടോ നിങ്ങൾ സജസ്റ്റ് ചെയ്ത സ്ഥലം കൊള്ളാം. ആണോ വെൽക്കം. താങ്ക്സ് മാത്രമേ ഉള്ളോ? ആ ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. നിങ്ങൾ മൈൻഡ് സ്പേസിലോട്ട് വരൂ, നമുക്കൊരു ചായ കുടിക്കാം. റീനുവിനെ വിളിച്ചോ, ഞാൻ സച്ചിനായിട്ട് വരാം. ആ എന്നാലേ ഞങ്ങൾ ഈ തുണി വിരിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ ശരി നിക്ക് പറക്കാര്
സച്ചിന് നീ ചെന്നൈ പോയില്ല? ഇല്ല, ഞാനിവിടുത്തെ എവിടെ? TFC തെലങ്കാന ഫ്രൈഡ് ചിക്കൻ. അല്ല, തോമസ് ഫ്രൈഡ് ചിക്കൻ. അതേത്? ഞങ്ങൾ ഇവന്റെ കസിന്റെ കാര്യം പറഞ്ഞു. ഓ, ആ വണ്ടി വിട്ടു അവസാനം റോഡ് എല്ലാം സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വീക്കെൻഡ് ആയിട്ട് പരിപാടി പുറത്തോട്ടൊന്നും പോകാറില്ലേ? വീട്ടിൽ തന്നെ പോകാം. പിന്നെ ഫുഡൊന്നും ഓർഡർ ചെയ്ത് എപ്പോഴും ഇങ്ങനെ പോയാൽ മതി. പിന്നെ ചെയ്യാൻ ഭയങ്കര മടുപ്പാണ്. ഇവനാണ് ജോലി, ഞാനാണ് പഠിച്ചു ഒന്ന് റിലാക്സ് ചെയ്ത് പബ്ബിൽ പോകാൻ നോക്കുമ്പോൾ അവിടെ കപ്പിളുണ്ട്. ഞങ്ങൾ കേക്കപ്പിളായിട്ട് കുറ്റി പൊക്കിയവന്മാര് അല്ല അഭിനയിച്ചു പറഞ്ഞു നിങ്ങൾ സൺഡേ പോയാൽ കപ്പിളിനെ പോലെ അല്ലടാ. അതെ, അല്ല ഓക്കെ ആണെങ്കിൽ നമുക്ക് പോവാം. പിന്നെ ഫുഡിന്റെയും ഡ്രിങ്ക്സിന്റെയും കാശ് ഞങ്ങൾ സൺഡേ ഫ്രീ ആണ്. പോവാല്ലേ? വരാം. ഞങ്ങളൊന്ന് ഇറങ്ങിക്കാം. ശരി. ബൈ. എന്താണ് പറയുന്നത്? എടാ അവിടത്തെ ബില്ല് ഏകദേശം എത്ര വരും? നിന്റെ ഒരു മാസം ശമ്പളം എടാ സംസാരിക്കാൻ സാധ്യത പറഞ്ഞില്ല. പബ്ലിച്ചത് മാതിരി മൺകത്തരങ്ങളെ വിളിച്ചാ ഒരു പെണ്ണിനെ സെറ്റ് കൂടുതൽ നീ എന്റെ പലേ കയറിയല്ല അമലെ. നിനക്ക് സ്വഭാവം സത്യമായിട്ടും ഞാൻ അടിക്കും. हमारा दोस्त है. നമ്മുടെ വാട്ടർ മാറിക്കിട്ട ആൾക്കാര് പിന്നെ ആൾക്കാരോട് പോയി മുകളിൽ നോക്കിക്കല്ലേ കാണാൻ. അയ്യോ അയ്യോ ചെറിയൊരു സീനുണ്ട്. അയ്യോ എന്തേ നിങ്ങൾ വയസ്സിലേ? അതല്ല, ഞങ്ങളുടെ കൂടെ നിഹാരി അവിടെ കപ്പിൾ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഒരാളും കൂടെ വേണ്ടേ? അതൊന്നും ശരിയാവില്ല. നമ്മൾ ആദ്യം കുട്ടികളൊന്നും അറിയിക്കാം. അയ്യോ അയ്യോ ചേട്ടനൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നെന്ന് പറഞ്ഞ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അത് സാരമില്ല. ഞങ്ങളൊരാളെ കിട്ടി വരാം. ഓക്കെ ശരി. அவர் வந்தாலும் ரொம்ப கதைக்கிழமாயிரும் அந்த இடமே. ഈ പെണ്ണുങ്ങൾക്കൊക്കെ വീട്ടിൽ ഇനിയിപ്പോ ഒരു മാപ്പിള പോലെ വിശ്വസിക്കാൻ പറ്റുന്ന ആരെ വിളിക്കൂടെ? ഒരുത്തനുണ്ട്, ആര് മേരിയുടെ തോമസ്. പക്ഷെ പമ്പിലോട്ടാണെന്ന് പറഞ്ഞാൽ പോകില്ല. പിന്നെ ഇങ്ങോട്ടേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് എടാ മോടി ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ. ഇൻട്രോവേർട്ട് നിനക്കൊന്നും അവനെ ചെരുപ്പിന്റെ വാറയിക്കാണ്ട് യൂണില്ല. അത് ശരി. പബ്ബ് പോയിട്ട് പബ്ജി എന്താണെന്നില്ല അവനെ ഡൗട്ടാണ്. അവൻ വിളിച്ചാൽ വല്ല സയൻസ് എക്സിബിഷനിലെ മാത്തെല്ലാം പറഞ്ഞ് വിളിക്കാം. വിളിച്ച് വരുത്താറ് ആള് കൂടിയില്ലേ? ഒരു എമർജൻസിക്ക് വേണ്ടി വെച്ചേർന്ന
ഞാൻ ഇവിടെ അതിലില്ല തോമസേ മോനെ അയ്യോ 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 എടാ നീ ആളില്ലേ? ഇതെല്ലാരും ഇവിടെയാണോ അല്ല ഇതൊന്നും അത് അമേരിക്കൻ ടൈം ஓ அவரை ஏமாற்றி வந்துட்டு வர வச்சுருக்காங்க. என்ன நடக்கும் போது தெரியலையே. തോമസ് ഇന്നലെ വരെ എഴുതുന്നുണ്ടല്ലോ. Mind your business, lady. Let's pass this friend. This next one. ഒന്നുമില്ല. Thank you. எல்லாத்தையும் பார்த்துட்டேன். തോമസ് കഴിക്കും. എന്റെ പൊണ്ണെ ഇങ്ങനൊന്നും അടിക്കല്ലേ, ഡേഞ്ചറാണ്. ഇങ്ങനെ ശീലം. അയ്യോ പേടിക്കുന്ന കേട്ടോ, ഞാൻ അത്ര വലിയ കുടിയൊന്നുമല്ല. എനിക്കെന്തിനു പേടി? അല്ല വരാം ഫിനിഷ് ചെയ്ത് ഇതൊന്നും നോക്കിയേക്കണേ. மக்களே நம்ம இதோட இந்த பட்ஃபார்ம் முடிச்சுக்குவோம். இது வரைக்கும் வேற லெவல் ஃபன்னாக இருக்குது. இப்போ வந்துட்டு மேத்யூ தாமஸ் வந்துட்டாரு. அவர் வேற மாதிரி சவுண்ட் பண்ணிக்கிட்டு இருக்காரு. அவர் வந்து அமுல் டேவிஸ் இருக்காரு பாருங்க, அவரோட ரிலேட்டிவ் நினைக்கிறேன். இவரை வந்துட்டு ஏமாற்றி வர வச்சுட்டாங்க. நீங்கள் பார்த்துருப்பீங்க மக்களே, அவர் லுக்கில் நல்லா வேற மாதிரி இருக்குது. அது மட்டும் இல்லை, சச்சின் இந்த படத்தோட ஹீரோ, அவர் பார்த்தீங்கன்னா வந்துட்டு அவரோட வீட்டில் வந்துட்டு சட்டம் போடாமல் ஆடிக்கிட்டு இருக்கும் போது வந்துட்டு இவங்க பார்த்துட்டாங்க. யாருன்னா ரேணு மமிதா, அவங்க வந்துட்டு பார்த்துட்டாங்க மக்களே. வேற லெவல் ஃபன்னு, வெறித்தனமான ஃபன் போய்கிட்டு இருக்கு. இப்போ டெலிஸ்கோப்ல வந்துட்டு பார்த்துட்டாங்க மக்களே. வேற லெவல் ஃபன்னு போய்கிட்டு இருக்கு, வெறித்தனமான ஃபன்னு மக்களே. இப்போ வந்துட்டு அந்த பப்புக்கு வந்திருக்காங்க. இந்த பப்புல என்ன நடக்க போகுது நம்ம வெயிட் பண்ணி தான் பார்க்க முடியும் மக்களே. ரேணுவும் அப்புறம் வந்து கார்த்திகா, அவங்க ரெண்டு பேரும் தான் வந்து வீடே வந்துட்டு ஏற்பாடு பண்ணியிருக்காங்க. வேற மாதிரி ஃபன் போய்கிட்டு இருக்கு மக்களே. இதோட என்ன நடக்க போகுது அடுத்த நம்ம பாட்டில் நம்ம பார்ப்போம் மக்களே. வேற லெவல் ஃபன்னு. இந்த படத்தில் நடிக்கிறவங்களாம் பார்த்துருப்பீங்க, அப்புறம் நேச்சுரலாக நடிக்கிறாங்க. ரொம்பலாம் வந்துட்டு ஓவராக நடிக்கிறது இல்லை, லிமிட்டாக அந்த சீனுக்கு வந்துட்டு இவ்வளோ தான் இருக்கும் அந்த மாதிரி கரெக்டாக வந்து நடிக்கிறாங்க மக்களே. வேற லெவலு. அது எனக்கு ரொம்ப பிடிச்சிருந்துச்சு. இந்த படம் முதலேருந்து பார்க்குறேன் பாருங்க, அதுலேருந்து இதில் நடிக்கிற எல்லா கேரக்டரும் வந்துட்டு வேற லெவல் மக்களே. செமையாக வந்து நடிச்சிருக்காங்க. அதனால தான் இந்த படம் வந்துட்டு 100 crores மேலே வந்துட்டு கிடச்சிருக்கு. அப்படியே நேச்சுரலாக இருக்குது நடிப்பு, கதையும் அப்படி தான் மக்களே. அப்படியே அழகாக போகுது பாருங்க. எனக்கு ரொம்ப 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 பிடிச்சிருந்துச்சு மக்களே இந்த பார்ட் 4. இதோட என்ன நடக்க போகுதுன்னு அடுத்த பாட்டில் பார்ப்போம். உங்கள் கூட சேர்ந்து நம்ம பார்க்கலாம். இதில் நம்ம முடிச்சுக்கலாம் மக்களே. அவ்வளோதான் மக்களே இந்த ரியாக்ஷன். உங்களுக்கு இந்த ரியாக்ஷன் பிடிச்சிருந்துச்சுன்னா மறக்காமல் நம்ம சேனலுக்கு சப்ஸ்கிரைப் பண்ணுறவங்க சப்ஸ்கிரைப் பண்ணிக்கிங்க. ஒன்றும் நிறைய வீடியோ இதே மாதிரி நம்ம சேனலில் வரப்போது. வெயிட் பண்ணி நம்ம சேனலுக்கு சப்போர்ட் பண்ணுங்கள். அடுத்த வீடியோவில் பார்ப்போம். பாய் மக்களே.